എന്റെ ആത്മാവിന് സൗഖ്യം നൽകി തരാൻ കഴിയുന്ന യേശു ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് ഞാൻ സ്നേഹിക്കുന്നു. ഇതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതിനുശേഷം സ്നാനമേൽക്കണം പ്രിയപ്പെട്ട. എന്റെ പ്രിയപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പാണ് നിങ്ങൾ പുരോഹിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് സ്നാനമേൽക്കല്. യേശു ക്രിസ്തുവിനെ നിങ്ങൾ കള്ളനാക്കിയതുണ്ട്. യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തുന്നേറ്റ യേശു ക്രിസ്തു ആണ് പറഞ്ഞത്, നിങ്ങൾ സകല സൃഷ്ടിയോടും പോയി സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടണം. ആദ്യം വിശ്വസിക്കണം, പിന്നെ സ്നാനമേൽക്കണം എന്ന് കർത്താവാണ് പ്രിയപ്പെട്ടവരെ. ആ കർത്താവിന്റെ വചനത്തെ നിങ്ങൾ നിഷേധിക്കുകയും ഇനി സ്ത്രീഹന്മാർ എന്താണ് പറഞ്ഞത്? പൗലോസ് ശ്ലീഹ ധന്യം ചൊൽ കേട്ടേ ഈ ദൈവം നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്ന ഈ സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ ഒരു ദൂതനാകട്ടെ നിങ്ങളോട് മറ്റൊരു സുവിശേഷം പറഞ്ഞാൽ അവർ ശപിക്കപ്പെട്ടെന്നുള്ള പാട്ട് പാടിയിട്ട് ദൈവം ഒരുവനെയുള്ളൂ, ദൈവത്തിന് മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവനെയുള്ളൂ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായിട്ട് തന്റെ പ്രാണനെ വിട്ടുകൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തുവിന് പൗലോസ് ശ്ലീഹ ധന്യം ചൊല്ലിയിട്ടും ആ പാട്ട് പാടിക്കൊണ്ട് വിരുദ്ധമായിട്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ കുറ്റക്കാരാണ്. നിങ്ങളുടെ പുരോഹിതന്മാര് കുറ്റക്കാരാണ്. സുവിശേഷത്തെ എതിർക്കുന്നവർ എല്ലാവരും നിത്യശിക്ഷയ്ക്ക് യോഗ്യനാണ് പ്രിയപ്പെട്ടവർ.